2 ദിവസമായി നന്ദൻ കോണ്ടാക്റ്റിലില്ല. ഇന്നലെ ഞാൻ വിളിച്ചു നോക്കി, അപ്പോൾ ഫോൺ എടുത്തില്ല. തിരിച്ചു വിളിക്കാമെന്ന് മെസ്സേജ് വന്നിരുന്നു. അമ്മേ, എന്നെ കാണാഞ്ഞിട്ട് വിളിക്ക്. എന്ന് ഞാൻ പൊക്കോട്ടെ ആന്റി. അങ്കിളോട് പറഞ്ഞാൽ മതി. ശരി ശരി. മാളു. എന്താ ആന്റി? താങ്ക്സ് മോളെ. എന്താ ആന്റി ഇത്? ആന്റി ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യാനുള്ളത് എന്റെ കടമയല്ലേ. അതിനിങ്ങനെ താങ്ക്സ് പറഞ്ഞ് എന്നെ അന്യായിട്ട് കാണരുത് കേട്ടോ. പോട്ടെ. നിങ്ങളോടൊന്നും എത്ര പറഞ്ഞാലും മനസ്സിലാകില്ലെന്ന് വെച്ചാൽ കഷ്ടവാ അശ്വതി. മാളൂനോ വകതിരിവില്ലെന്ന് വെക്കാം. എന്ന് വെച്ച് അവളുടെ താളത്തിനൊത്ത് നിങ്ങളും തുള്ളുക വേണ്ടത്? ദേ, നിന്നോട് ഞാൻ വീണ്ടും പറയാ, കൊച്ചിനെ കൂടെ കൂടെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത് അത്ര നല്ലതിനല്ല, വിശേഷിച്ചു ഈ ഒരു സമയത്ത്. ഞങ്ങൾ ആരും മനഃപൂർവ്വം പറഞ്ഞു വിട്ടതല്ലല്ലോ അമ്മേ. ഇങ്ങനൊരു സഹായത്തിന് ഗീതേച്ച് വിളിക്കുമ്പോ പറ്റില്ലെന്ന് പറയുന്നത് മോശമല്ലേ? പറ്റില്ലെന്ന് പറയേണ്ടടുത്ത് അങ്ങനെ തന്നെ പറയണമെന്നേ. അല്ലാതെ ആരുടെയും മുഖം കറുത്തൊന്നും നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇപ്പോഴാണെങ്കിൽ അങ്ങനെ പറഞ്ഞൊഴിയാൻ പറ്റിയ ഒരു സമയമാണ് നമുക്ക്. നമ്മുടെ കൊച്ചിന് ബെഡ് റെസ്റ്റ് വേണോന്ന് അങ്ങോട്ട് പറഞ്ഞാൽ പോരെ? അപ്പൊ പിന്നെ ഇമാതിരി ശിങ്കടി പണിക്കൊന്നും ആരും വിളിച്ച് ബുദ്ധിമുട്ടിക്കില്ലല്ലോ. നമ്മൾ ഇത്രയൊക്കെ കടന്നു ചിന്തിക്കേണ്ട കാര്യമുണ്ടോ അമ്മേ? ഛേദമില്ലാത്തൊരു ഉപകാരമല്ലേ? അതുകൊണ്ട് മാളൂനോ നമുക്കോ പ്രത്യേകിച്ചൊരു കുഴപ്പമുണ്ടാവാൻ പോകുന്നില്ലല്ലോ. എന്റെ അശ്വതി, നീ ഇങ്ങനെ പോഴത്തം പറയല്ലേ. കുഴപ്പമില്ലെന്ന് നീ അങ്ങ് പ്രഖ്യാപിച്ചാൽ മതിയോ? ഒന്നാമതേ അതൊരു ഐശ്വര്യം കെട്ട വീട്. അതിന്റെ കൂടെ അവിടെ ഉള്ളവരുടെ കാര്യം കണക്കാണേ. ഈ പണിക്കരുടെ അസുഖമൊക്കെ മാറിയെന്ന് പറയുന്ന വെറുതെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതെന്താ അമ്മയ്ക്ക് അങ്ങനെ തോന്നാൻ? അയാളുടെ ചൊവ്വും നടപ്പും ഒന്നും ഇപ്പോഴും നേരെയായിട്ടില്ലെന്നേ. ഇന്ന് കണ്ടപ്പോഴേ എനിക്കത് ബോധ്യമായത്. ഒരുമാതിരി നിലാവത്തഴിച്ചു വിട്ട കോഴിയെ പോലെയുള്ള കിറുങ്ങിയുള്ള നടപ്പും സംസാരവും ഒക്കെ ആണെന്നേ. നമ്മളെ ഏതാണ്ട് അന്യഗ്രഹത്തിലെ ജീവിയെപ്പോലെ ഇങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കും. അതാ ഞാൻ പറഞ്ഞത്, അയാളുടെ ഭ്രാന്തും വട്ടും ഒന്നും മാറിയില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന്. ആ, ദേ എത്തിയല്ല. നീ എന്തിനാ കൊച്ച ഈ വയ്യാത്ത അവസ്ഥയിൽ അയാൾക്ക് ഇങ്ങനെ അകമ്പടി സേവിക്കുന്നത്? ദേ, കറങ്ങുന്നവനെ പിടിച്ചാ പിടിക്കുന്നവനും കറങ്ങുന്ന അവസ്ഥയാവും, പറഞ്ഞേക്കാം. അങ്ങനെ കറങ്ങാതെ നോക്കാൻ എനിക്കറിയാം. മുത്തശ്ശി ഇതെന്ത് പണിയെ കാണിച്ചത്? ഞാനെന്ത് കാണിച്ചെന്നാ? സുഖമില്ലാത്ത ഒരാളാണെന്ന് പോലും ഓർക്കാതെ അപ്പുവിന്റെ കാര്യമൊക്കെ ദീപി അങ്കിളോട് ചാടിക്കറി പറയാൻ പോയത് എന്തിനാ? ആഹാ, ഞാൻ ചാടിക്കയറി പറയാൻ പോയതൊന്നും അല്ല. അങ്ങേര് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കല്ലേ ഞാൻ മറുപടി പറയാൻ തുടങ്ങിയത്. അപ്പോഴേക്കും നീ ഇടക്ക് കയറി വീഴുകയും ചെയ്തല്ലോ. ഞാൻ ഇടക്കേറി വീഴില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. അപ്പുവിന്റെ കാര്യമെല്ലാം വള്ളി പുള്ളി വിടാതെ മുത്തശ്ശി അങ്കിളോട് പറഞ്ഞേനെ. അത് ശരി. അപ്പൊ അമ്മയും കിട്ടിയ സമയം പാഴാക്കിയില്ല. നീ എന്തിനാ ഒരുമാതിരി അർത്ഥം വെച്ച് സംസാരിക്കുന്നേ? അയാൾ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞതുകൊണ്ട് എന്താ കുഴപ്പം? കുഴപ്പം എന്താന്ന് മുത്തശ്ശിക്ക് അറിയില്ലേ? ദീപി അങ്കിളിന് അപ്പുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ലെന്ന് മുത്തശ്ശിയോട് എത്ര തവണ ഞാൻ പറഞ്ഞതാ. എന്താ എന്താ ഇവിടെ എല്ലാരും കൂടി ഒരു ബഹളം? എന്താ മാളു? എന്റെ പൊന്നു മുരളി, അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയ വഴിക്ക് ഞാൻ ആ പണിക്കരെ വഴി വെച്ച് കണ്ടു. എന്നെ കണ്ടപാടെ എന്തൊക്കെയുണ്ട് ഇന്ദിരാമയെന്ന് ചോദിച്ച് വിശേഷം പറയാൻ അങ്ങ് നിന്നു. ഇങ്ങോട്ട് വർത്താനം പറഞ്ഞ സ്ഥിതിക്ക് നമ്മളും അങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കണമല്ലോ എന്ന് കരുതി അയാളുടെ അസുഖത്തെപ്പറ്റി ഞാനൊന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ വാ തുറന്നപ്പോഴേക്ക് നിന്റെ മോള് ചാടി ഇട വീണു. എന്നിട്ട് ഞാൻ ചെയ്തത് മഹാ അപരാധമായിപ്പോയി. എങ്ങനെയുണ്ട്? അതൊന്നും അല്ല. ഞാൻ ആ സമയത്ത് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അപ്പുവിന്റെ കാര്യം പറഞ്ഞ് മുത്തശ്ശി അത് കൊളാക്കിയെന്നെ. ഒന്ന് നിർത്തണ്ടോ രണ്ടാളും? ബാക്കിയുള്ളവരുടെ സൗകര്യം കൂടി ഇല്ലാതാക്കും. ഓ, ഞാൻ നീ ഒന്നും മിണ്ടുന്നില്ല. അല്ലേലും തൊട്ടേനും പിടിച്ചേനും ഒക്കെ ഞാനാണല്ലോ കുറ്റക്കാരി. ഞാനിറങ്ങാ. ദേ മാളു, നീ വെറുതെ അതും ഇതും പറഞ്ഞ് മുത്തശ്ശി ഇറിറ്റേറ്റ് ചെയ്യാൻ നിൽക്കണ്ട. ഹലോ, അതെ, ആരാ സംസാരിക്കുന്നേ? എന്താ കാര്യം? എന്നിട്ട് കുഴപ്പം വല്ലതും? ശരി, ഞാൻ ഉടനെ എത്താം. ഓക്കെ. എന്താ എന്താ മുരളിയുടെ പ്രശ്നം? ആരാ വിളിച്ചത്? ഒന്നുമില്ല, ഞാൻ വന്നിട്ട് പറയാം. എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് പൊക്കൂടെ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ, ഞാൻ വന്നിട്ട് പറയാം.
എന്താ മാമ രാവിലെ തന്നെ? മോഹനം വീണ്ടും വന്ന് പ്രശ്നം വല്ലതും ഉണ്ടാക്കിയോ? ഇല്ല, പക്ഷേ അവൻ്റെ വരവ് ഏത് നിമിഷവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ല, എന്തിനാ എന്നോട് അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത്? അവൻ വീണ്ടും ഇവിടെങ്ങാനും വന്നോ? അയാളുടെ വരവ് പ്രതീക്ഷിച്ചിരിക്കാൻ ഞാനും. ഒരിക്കൽ ഞാനുള്ളപ്പോൾ അയാൾ ഇവിടെ വരണേ എന്നാണ് എൻ്റെയും പ്രാർത്ഥന. പിന്നെ ഒരിക്കലും അവൻ ഇതുപോലെ ആളില്ലാത്തടത്ത് കയറി വീരശൂര പരാക്രമിയാകാനുള്ള പൂതി തോന്നില്ല. എന്തു ചെയ്യാനാ നന്ദ? അവൻ്റെ പച്ചച്ചിരിയിൽ ഞാൻ പിന്നെയും പെട്ടുപോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കാക്ക കുളിച്ച കൊക്കാവില്ലെന്ന് അനുഭവം പഠിപ്പിച്ചു. ഇനി ഒരിക്കലും ആ പരമദുഷ്ടനെ നമ്പുന്ന പ്രശ്നമേ ഇല്ല. മാമൻ അവൻ നന്നായിന്ന് പറഞ്ഞപ്പോഴും എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു കണക്കിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നന്നായി. നിളയെ അവൻ്റെ കൂടെ വീണ്ടും പറഞ്ഞു വിട്ടതിന് ശേഷമാണ് അവനെ തനിക്കുണം പുറത്തെടുത്തിരുന്നെങ്കിൽ അവളുടെ അവസ്ഥ എന്താകുമായിരുന്നു? ഇതിപ്പോൾ അങ്ങനെ ഒരു അപകടം ഒഴിഞ്ഞു കിട്ടിയല്ലോ. മാമൻ്റെ വരവ് കണ്ടപ്പോൾ ഞാൻ കരുതിയത് അയാൾ വന്ന് വീണ്ടും കരഞ്ഞ് കാല് പിടിച്ച് കാണുമെന്ന്. മുതലക്കണ്ണീരുമായിട്ട് അവൻ ഇനി ഇങ്ങോട്ട് വരട്ടെ. എൻ്റെ പഠിക്കാതെ കേട്ടില്ല ഞാൻ ആ കാലിനെ. ഒരബദ്ധം ആർക്കായിരുന്നാലും പറ്റും, എനിക്കും പറ്റി. ഇനി അതുണ്ടാവില്ല. അല്ല നന്ദാ, എന്നോടെന്തിനാ വരാൻ പറഞ്ഞത്? ഞാൻ വരാൻ പറഞ്ഞെന്നോ? ഇല്ലല്ലോ. മാമനോട് ആര് പറഞ്ഞു? ആ, എന്നോട് നിളയാ പറഞ്ഞത് അച്ഛൻ അത്യാവശ്യമായിട്ട് ഇവിടെ വരെ വരണമെന്ന്. അവളുടെ പറച്ചിൽ കേട്ടപ്പോൾ നീ പറഞ്ഞിട്ടാ അവള് വിളിച്ചതെന്നാ ഞാൻ കരുതിയത്. ഏയ്, ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. പിന്നെ എന്തിനാ നിള എന്നോട് വരാൻ പറഞ്ഞത്? മോളെ, നന്ദൻ പറഞ്ഞല്ലോ ഞാൻ വരുന്ന കാര്യമൊന്നും ഇവൻ പറഞ്ഞിട്ടില്ല എന്ന്. അതിന് നന്ദേട്ടനല്ലല്ലോ, ഞാനല്ലേ അച്ഛനോട് വരാൻ പറഞ്ഞത്. ആഹാ, അത് ശരി. അപ്പോ ഇത് നീ ഒപ്പിച്ച പണിയായിരുന്നു അല്ലേ? ആട്ടെ, എന്താ കാര്യം? എന്തിനാ നീ വരാൻ പറഞ്ഞത്? കാര്യമുണ്ട് അച്ഛാ. ഞാനും അച്ഛൻ്റെ ഒപ്പം നാട്ടിലേക്ക് വരിക. നീ എന്ത് അബദ്ധമാണ് മോളെ ഈ പറയുന്നത്? നീ ഇപ്പൊ എൻ്റെ കൂടെ വന്നാൽ അതെങ്ങനെയാ ശരിയാവുക? നീ എൻ്റെ ഒപ്പം വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാ ആ നിമിഷം മോഹനകൃഷ്ണൻ കുറെ കള്ള് കോരി കുടിച്ച് അവിടെ വന്ന് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അയാൾ വന്നോട്ടെ, ഉണ്ടാക്കാൻ പറ്റുന്നതിന്റെ പരമാവധി പ്രശ്നങ്ങൾ അയാൾ ഉണ്ടാക്കിക്കോട്ടെ. എന്നാലും ഇനി അയാളെ പേടിച്ച് എനിക്കിവിടെ കഴിയാൻ പറ്റില്ല. ഞാൻ എൻ്റെ വീട്ടിൽ താമസിച്ചോളാം. എന്ത് അവിവേകമാണ് മോളെ നീ പറയുന്നത്? ഈ സാഹചര്യത്തിൽ നീ അവിടെ വന്ന് താമസിച്ച ഒരു ദിവസം പോയിട്ട് ഒരു നിമിഷം പോലും നിനക്ക് അവിടെ സ്വസ്ഥമായിട്ട് കഴിയാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നിന്റെ നിഴല് കണ്ടാ മതി, അവൻ വീണ്ടും ചുവപ്പ് കണ്ട കാളയെപ്പോലെ വെകളി പിടിച്ച് ഓടി വരും. അങ്ങനെ അയാളെ പേടിച്ച് ഞാൻ എത്ര കാലം വച്ചാ ഇങ്ങനെ ഒളിച്ചു കഴിയേണ്ടത്? അല്ല, ഒളിച്ചു കഴിഞ്ഞിട്ട് എന്തായിരുന്നു പ്രയോജനം? അയാൾ ഇവിടെയും വന്ന് പ്രശ്നം ഉണ്ടാക്കില്ലേ? ഇവിടെ സ്വസ്ഥത കൂടി കളഞ്ഞില്ലേ? ഇനിയും അയാൾ ഇവിടെ കയറി വരില്ലെന്ന എന്താ അച്ഛന് ഉറപ്പ്? അയാളെ കൊണ്ടുള്ള ദ്രോഹം നമ്മൾ അനുഭവിച്ചാൽ മതിയല്ലോ. വെറുതെ നന്ദേട്ടനെ ആതിരയും കൂടി നമ്മൾ എന്തിനാ ദ്രോഹിക്കുന്നത്? ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഓർത്തിട്ടാണ് നില എവിടെ നിന്ന് പോകാൻ നോക്കുന്നതെങ്കിൽ അത് വേണ്ട. ഇനി വന്നാ മോഹനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അത് വിട്ടേക്ക്. അതല്ല നന്ദേട്ട, ഇനിയും അയാളെ പേടിച്ച് ജീവിക്കുന്നതിൽ കാര്യമില്ല. അങ്ങനെ പേടിച്ച ഒളിക്കും കാടുണ്ടാവില്ല. ഇനി അയാൾ എന്റെ നേരെ ശല്യത്തിന് വന്നാ എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ബുദ്ധിമോശം പറയാതെ മോളെ. അവരോട് എതിർക്കാൻ നമ്മൾ വിചാരിച്ചാൽ കൂടില്ല. പോലീസുകാരൊക്കെ അവന്റെ പക്ഷത്താണെന്ന് അനുഭവത്തിൽ നിന്ന് ബോധ്യമായതല്ലേ. ഒരിക്കൽ വന്ന് പേടിപ്പിച്ചു എന്ന് കരുതി ഇനി ഇവിടെ വരാൻ അവൻ ധൈര്യം കാണിക്കില്ല. അച്ഛനൊന്ന് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അയാള് നമ്മളെ കൂടി ഉപദ്രവിക്കുന്ന പേടിച്ച നിലച്ചേച്ചി ഇവിടുന്ന് പോവാൻ നോക്കുന്നത്. വേണ്ടെന്ന് പറയാനല്ലേ നമുക്ക് പറ്റുമോളെ. പോകണമെന്ന് നില തീരുമാനിച്ച പിന്നെ നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. അച്ഛൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഈ തീരുമാനത്തിൽ മാറ്റമില്ല. അച്ഛന്റെ വിഷമം പേടിയൊക്കെ കാണുമ്പോ നന്ദേട്ടനും അത് പ്രശ്നവും. ചിലപ്പോ എന്നെ ഇവിടുന്ന് പോവാൻ സമ്മതിക്കില്ല. അതുണ്ടാവരുത്. അങ്ങനെ സംഭവിച്ച അത് എന്നേക്കാൾ കൂടുതൽ ബാധിക്കുന്നത് ആതിരയായിരിക്കും. ആതിരയോ? അവക്കെന്ത് കുഴപ്പമുണ്ടാവാനാ? അതൊക്കെയുണ്ട്.
ബന്ധുത്വത്തിന്റെ പേരിൽ നന്ദേട്ടനും അയാളുടെ പാവം അനിയത്തിയും ക്രൂശിക്കപ്പെടുന്നത് എനിക്കിഷ്ടമല്ല. അതിനുള്ള സാഹചര്യം ഞാനായിട്ട് ഉണ്ടാക്കുകയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നീ ഒന്ന് തെളിച്ചു പറ മോളെ. നീ ഇവിടെ നിൽക്കുന്നത് ആതിരയ്ക്ക് എങ്ങനെ പ്രശ്നമാവുന്ന? നീ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അയാൾ അവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയപ്പോ ആതിര അവിടേക്ക് വന്നിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ ആതിര എനിക്കുള്ള പെൺകുട്ടിയാണെന്ന് ആ ദുഷ്ടൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പോകാൻ നേരം അയാൾ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ അച്ഛന്? ഞാൻ അയാളോടൊപ്പം ചെന്നില്ലെങ്കിൽ അയാൾ ഇനി ഇവിടെ വരുന്നു. ആ വരവ് എന്നെ കാണാൻ വേണ്ടിയിട്ടല്ലെന്നും ആതിരയെ കാണാനാണെന്നും പറഞ്ഞു. അവളെ ഒറ്റ നോട്ടത്തിൽ തന്നെ അത്രയ്ക്ക് ബോധിച്ചു പോയെന്നു. അതിന്റെ അർത്ഥം എന്താന്ന് ഞാൻ പറയാതെ തന്നെ അച്ഛന് ഊഹിക്കാലോ. അയാളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഇതിൽ കൂടുതൽ വ്യക്തമായി പറഞ്ഞു തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അയാൾ അങ്ങനെ കണ്ണുവെച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത പിശാച ആ ദുഷ്ടൻ. എന്തിനാച്ചാ നമ്മള് കാരണം നന്ദേട്ടൻ തന്റെ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ആ പാവം കൊച്ചിന്റെ ജീവനും ജീവിതവും അപകടത്തിലാക്കുന്നത്? അച്ഛനായിട്ട് പണ്ട് ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട് ആ പാവങ്ങളെ. ആ ശിക്ഷ ഞാനായിട്ട് ഇനി തുടരണോ? വേണ്ടച്ചാ, എനിക്കതിന് കഴിയില്ല. ഇനി ഒരിക്കൽ കൂടി എന്നെ തേടി ഇവിടെ വരാൻ ഒരവസരം അയാൾക്ക് കൊടുക്കരുത്. വന്നാൽ അയാൾ ഉപദ്രവിക്കുന്നതും കീഴ്പ്പെടുത്തുന്നതും എന്നെ ആവില്ല. ഇവിടെ കഴിയുന്ന ദിവസങ്ങളിൽ മനസ്സിനൊരു സമാധാനം ഉണ്ടായിരുന്നു. ഇനി ഒരിക്കലും ആ നീചന്റെ മുന്നിൽ പെടാനിടയാവില്ലല്ലോ എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അയാളെ ഇവിടെ കണ്ട നിമിഷം മുതൽ അതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. അച്ഛന്റെ പ്രതീക്ഷയും ആഗ്രഹവും ഒക്കെ അത് തന്നെയായിരുന്നു മോളെ. എന്നെ അവൻ എങ്ങനെയൊക്കെ വേദനിപ്പിച്ചാലും നിന്റെ ജീവിതമെങ്കിലും രക്ഷപ്പെടുമല്ലോ എന്ന് ഞാൻ ആശ്വസിച്ചു. വേണ്ടച്ചാ, എന്റെ ജീവിതം ഏതായാലും ഇങ്ങനെയൊക്കെ ആയിപ്പോയി. അത് ഞാൻ സഹിച്ചോളാം. എനിക്ക് വിധിച്ച കുരിശ് ഞാൻ തന്നെ ചുമന്നോളാം. പക്ഷെ അതിന്റെ പേരിൽ ഒന്നും അറിയാത്ത ആതിര ശിക്ഷിക്കപ്പെടരുത്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ നന്ദേട്ടനില്ല. നമ്മൾ കാരണം എന്തിനാ ആ സാധുക്കളുടെ ജീവിതം ഇല്ലാതാക്കുന്നത്? അതുകൊണ്ട് നന്ദേട്ടന്റെ മുന്നിൽ വെച്ച് അച്ഛൻ എന്നെ നിർബന്ധിക്കാൻ നിൽക്കരുത്. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോവാം. ശരിയാ മോളെ, നീ പറഞ്ഞപ്പോഴാ അച്ഛൻ അതിന്റെ ഗൗരവം മനസ്സിലായത്. എന്തായാലും അനുഭവിക്കാനുള്ളതൊക്കെ നമ്മൾ അനുഭവിക്കണം. അവനെയും ആ അനിയത്തി കൊച്ചിനെയും കൂടി നമ്മൾ ബുദ്ധിമുട്ടിലാക്കാൻ പാടില്ല. നീ പറഞ്ഞതാ ശരി. നമുക്ക് പോയേക്കാം. പോയി എടുക്കാനുള്ളതൊക്കെ എടുത്തിട്ട് വാ. ഞാൻ ഉമ്മറത്തുണ്ടാവും. പറയാനുള്ളത് രണ്ടുപേരും പരസ്പരം പറഞ്ഞു കഴിഞ്ഞല്ലോ അല്ലേ? എങ്കിൽ ഇനി ഞാൻ പറയുന്നതും കൂടി അങ്ങോട്ട് കേൾക്കുക. മോഹനെ പേടിച്ച് നിളയെ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. നിള ഇവിടെ ഈ വീട്ടിൽ തന്നെ കഴിയും, എൻ്റെ അനിയത്തിയോടൊപ്പം. അതിൻ്റെ പേരിൽ ആരാ ഇവളെ ഭീഷണിപ്പെടുത്താനും ഉപദ്രവിക്കാനും വരുന്നതെന്ന് എനിക്കൊന്നറിയണം. ശേഖരമാമ, നാട്ടിൽ ചെന്ന് അവനോട് പറയണം, തണ്ടലിന് ഉറപ്പുണ്ടെങ്കിൽ അവൻ ഒന്നുകൂടെ എൻ്റെ വീട്ടിൽ വന്നിട്ട് പോവാൻ. മോനെ, എടാ, മാമൻ പേടിക്കാതെ പോകണം. നിള ഇവിടെ നിന്നോളൂ. ആരും അവളെ ഒരു ചുക്കും ചെയ്യില്ല. നന്ദേട്ടാ, വേണ്ട, ഞങ്ങളെ വിട്ടേക്ക്. ഞാൻ എൻ്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു. അതിന് ധിക്കരിച്ച് നിങ്ങൾക്ക് പോയേ പറ്റുന്നുണ്ടെങ്കിൽ പോവാം. പക്ഷേ ഇങ്ങനെ രണ്ടുപേരും ഇവിടെ ഉണ്ടെന്ന് കരുതി ആരും മേലിൽ ഇങ്ങോട്ട് വന്നു പോരുത്. അവൻ നിന്നെയും ആതിരയും തൊടാൻ പോലും ധൈര്യം കാണിക്കില്ല. അതിനുള്ള വഴി എനിക്കറിയാം. ശേഖരമാമ അങ്ങ് ചെല്ലുന്നതിന് മുമ്പ് അവനുള്ള പണി ഞാൻ കൊടുത്തോളാം. ചെല്ല്, ചെന്ന് അകത്തെ കാര്യങ്ങൾ വല്ലതും നോക്ക്. മാമന് ഊണിനുണ്ടാവും.
ബി പി ബി ഹലോ ആന്റി. മാളു ബി പി ഇവിടെ വന്നിരുന്ന മോളെ? അങ്കിളോ? ഇല്ലല്ലോ ആന്റി. എന്താ? ബി പി ഇവിടെ കാണുന്നില്ല മോളെ. രാവിലത്തെ പോലെ ഇനി എവിടെയെങ്കിലും ഇറങ്ങിപ്പോയതാണാവോ? ആന്റി വീട് മുഴുവൻ ശരിക്കും നോക്കിയോ? നോക്കിയെന്നേ, ആളിവിടുന്ന് പോയി കാണാനാ ചാൻസ്. അതാ ഞാൻ അവിടെ വിളിച്ചത്. അവിടെ വരാത്ത സ്ഥിതിക്ക് ഇനിയിപ്പോ എവിടെ പോയതായിരിക്കും? ആന്റി സമാധാനിക്ക്, അങ്കിളിങ്ങി വന്നോടുന്നേ. ശരി, ഞാൻ ഒന്നുകൂടെ അവിടേക്ക് നോക്കട്ടെ. ചിലപ്പോ റോഡിലെവിടെയെങ്കിലും കാണുമെങ്കിലോ. ശരി മോളെ, ഞാൻ വിളിക്കാം. എന്താ മാളു, ആരാ വിളിച്ചത്? അച്ഛനാണോ? അല്ല, ഗീതാന്റിയാ. എന്തു പറ്റി? അങ്കിളിനെ അവിടെ കാണാനില്ലെന്ന്. ഈശ്വരാ, പിന്നെ മുരളിയേട്ടന് കുറച്ചു മുമ്പ് ഒരു ഫോൺ വന്നിരുന്നു. വന്ന ഉടനെ ധൃതിയിൽ ആള് പുറത്തേക്ക് പോവുകയും ചെയ്തു. ആരാ അമ്മ വിളിച്ചേ? ആരാന്നൊന്നും പറഞ്ഞില്ലെന്നേ. ദാ വരുന്നു എന്നും പറഞ്ഞ് ധൃതിയിൽ അങ്ങ് ഇറങ്ങുമായിരുന്നു. ഇനിയിപ്പോ വി പി ഏട്ടന് എന്തെങ്കിലും കുഴപ്പം പറ്റിയതാണെങ്കിലോ? അമ്മ അച്ഛനൊന്ന് വിളിച്ചു നോക്കി. എടുക്കുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്തു പറ്റിയതായിരിക്കും? ഞാൻ ഗീതാന്റിയോട് ഇക്കാര്യം പറയണോ അമ്മേ? വേണ്ട വേണ്ട വേണ്ട, ഗീതേച്ചിയുടെ ഇപ്പൊ ഒന്നും പറയാൻ നിൽക്കണ്ട. അച്ഛൻ തിരിച്ചു വിളിക്കുമോ നോക്കാം, എന്നിട്ട് പറഞ്ഞാ മതി. പതുക്കെ. അയ്യോ ജോബിൻ, ജോബിൻ, എന്ത് പറ്റിയടാ നിനക്ക്? ഒന്നുമില്ല മമ്മി, ഒന്ന് വീണതാ. ഓ ജീസസ്, എവിടെയാ നീ വീണത്? എന്താ സംഭവിച്ചത്? ഒക്കെ ഞാൻ പറയാം. ആദ്യം ഞാനൊന്ന് മുറിയിലെത്തട്ടെ. വാ. എന്താ മുരളി, എന്താ ഇവന് സംഭവിച്ചത്? ഒന്നുമില്ല മമ്മി, ചെറിയൊരു ആക്സിഡന്റ്. പേടിക്കാനൊന്നുമില്ല. വേണ്ട, നീ ഒന്നും പറയണ്ട. അതെ, പേഷ്യന്റിനെ അധികം ബുദ്ധിമുട്ടിക്കരുതെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജോബിൻ കുറച്ചേരം കിടക്കട്ടെ. ടീച്ചർ വരൂ, എന്താ ഉണ്ടായെന്ന് ഞാൻ പറയാം.